മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. കേസിൽ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് പോലീസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ദൃശ്യ പുതിയടുത്ത വിവരങ്ങൾ നൽകും. ദൃശ്യ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചോദ്യം ചെയ്യലായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നറിയുന്നുണ്ട്. എൻ സുബ്രഹ്മണ്യം ഹാജരാകുമോ? ജിൽസ് ഇന്ന് 10 മണിയോടെ ഹാജരാകാനാണ് സുബ്രഹ്മണ്യനെ പോലീസ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. 10 മണിയോടെ സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാത്തതിനെ തുടർന്ന് ഈ സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് ചേവായൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഉപരോധമൊക്കെ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഇനിയും നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധവും മറ്റ് നടപടികളിലേക്കും കടക്കുമെന്നാണ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇനി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം എന്താണ് അവസ്ഥ എന്നറിഞ്ഞതിന് ശേഷമായിരിക്കും നിയമ നടപടി സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്നാണ് നമുക്ക് സുബ്രഹ്മണ്യനിൽ നിന്ന് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് 10 മണിയോടെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തന്നെ ഈ സുബ്രഹ്മണ്യന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൽ നിന്നുൾപ്പെടെ ലഭിച്ച സൈബർ റിപ്പോർട്ട് വിവരങ്ങളും ഇത് കൂടാതെ തന്നെ അനുബന്ധ വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഇതിനുശേഷം ഇനി കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോവുകയോ ആണെങ്കിൽ ഈ പ്രവർത്തകരിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ അറസ്റ്റിലായ സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ഒരു ഫോട്ടോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിനായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ച ഫോട്ടോ എന്നായിരുന്നു CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. ഇതിനെ തുടർന്നാണ് ചേവായൂർ പോലീസ് കേസെടുക്കുകയും ഇയാളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ലഭിച്ച തെളിവുകളിൽ നിന്നും മറ്റ് ഈ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നും ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. 10 മണിയോടെ ആയിരിക്കും ഈ സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും. പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്ന് തന്നെയാണ് സുബ്രഹ്മണ്യനും അറിയിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഇനി പോലീസിന്റെ മറ്റ് നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോൺഗ്രസിന്റെയും ഈ സുബ്രഹ്മണ്യന്റെയും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവുക. പോലീസിനെതിരെ നിയമ നടപടി ഈ പോലീസിന്റെ ഒളിച്ചുകളിയാണ് അല്ലെങ്കിൽ പോലീസ് ഈ സ്വർണ്ണക്കള്ള കേസിൽ സർക്കാരിന് കൂട്ടുനിൽക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള പോലീസ് നാടകം കളിക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സുബ്രഹ്മണ്യനും ഇതുകൂടാതെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ കോൺഗ്രസിന്റെ പിന്തുണയോടെ തന്നെയായിരിക്കും ഈ സുബ്രഹ്മണ്യന് മുന്നോട്ട് പോകുക. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇത് വ്യക്തമാക്കിയതുമാണ്. ഇന്ന് 10 മണിക്ക് സുബ്രഹ്മണ്യൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ഇതിന് ശേഷമായിരിക്കും മറ്റ് വിവരങ്ങളിലേക്ക് സുബ്രഹ്മണ്യൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. ചോദ്യം ചെയ്യലിനാണ് ഇന്നിപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇല്യാസ് ചോദിക്കുന്നുണ്ട്, പോറ്റി പാട്ട് ഫൈറ്റ് പോലെ ഒതുങ്ങി പോകുമോ? പോറ്റി ഫോട്ടോ ഫൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും പോലീസ് വിടാൻ ഭാവമല്ല. ഇതിലിപ്പോ ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ എന്തായിരിക്കും ചോദ്യം? ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരു പടമാണ് സുബ്രഹ്മണ്യൻ അവര് ഷെയർ ചെയ്തു, ഞാനും ഷെയർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഉത്തരം അതിനപ്പുറത്തേക്ക് എന്താണ് അതിൽ ചോദിക്കാനുണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഫോട്ടോ ഫൈറ്റ് ഒരു പുതിയ തരത്തിലേക്ക് മറ്റേ സോണിയാഗാന്ധി ഫോട്ടോ CPM വിട്ടു എന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് കാണാൻ